ടി മുഹമ്മദ് മാധ്യമങ്ങളെ കാണുന്നു. യു പി എടുക്കുകയാണെങ്കിലും ശരി, ബീഹാർ എടുക്കുകയാണെങ്കിലും ഈവൻ ബംഗാൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ കോൺഗ്രസ് ഈ മൂവ്മെൻറ്റിന് മുമ്പിൽ നിന്നാൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലൊരു മൂവ്മെൻറ്റിന് ശക്തി കൊടുക്കാൻ സാധിക്കും. കോൺഗ്രസിൻ്റെ ഇപ്പോൾ യു പിയിലാവട്ടെ ബീഹാറിലൊക്കെ ആവട്ടെ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നല്ലോ. അതിന് അവർക്കൊരു ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് അപ്പോൾ നാഷണൽ ലെവലിൽ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിവിശേഷം കോൺഗ്രസ്സിന് തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കണമെന്ന് കൂടി ഞങ്ങൾ പറയാൻ കാരണം. അങ്ങനെയാണെങ്കിൽ ഒരു നാഷണൽ പ്ലാറ്റ്ഫോമായിട്ടത് വരും. അല്ല, അതിലിപ്പോൾ കോൺഗ്രസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പ്രചരണത്തിൻ്റെ മുഴുവനും നേതൃത്വം വഹിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള സാമ്പത്തിക സ്രോതസ് അത്രയും പമ്പിയായിരുന്നു പിന്നെ ബീഹാറിലേക്ക്. ഇത്ര പണം ഒഴുക്കിയിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പ് അത്രയ്ക്ക് അവരുടെ എല്ലാ റിസോഴ്സും അവർക്കറിയാം, അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് അവരുടെ പമ്പ് ചെയ്യായിരുന്നു ഒരു പണം. അതൊന്നും ഫലിച്ചില്ല. ജനങ്ങൾക്ക് അത്രയും ഒരു വെറുപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ മതേതര ശക്തികൾ വിചാരിച്ച കഴിയുമെന്നൊരു ആത്മവിശ്വാസം കൃത്യമായിട്ട് വന്നു. അല്ല, കോൺഗ്രസ് ആസ് എ പാർട്ടി, പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അത് കോൺഗ്രസ്സിന് കഴിയൂ. കാരണം കോൺഗ്രസ്സിന് മാത്രമേ ഒരു അതിലിപ്പോൾ നമുക്ക് അതല്ല പ്രശ്നം. അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസിൻ്റെ ഒരു നാഷണൽ ബേസ് എല്ലാം വെച്ചുകൊണ്ട് നാഷണൽ ലെവലിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഈ സ്റ്റേറ്റ് പാർട്ടീസിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തപ്പോൾ ആ ഒരു പശ്ചാത്തലം വേറെ ഇപ്പോൾ നമ്മളെ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ LDFിനാണെങ്കിൽ അങ്ങനത്തെ ഒരു നാഷണൽ പ്രോമിനൻസ് ഇല്ല ഇപ്പോൾ. പിന്നെ എന്ന് പറയുന്നത് ഈ പാർട്ടികളുടെ കൂടുതൽ നാഷണൽ ബേസുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസ് മുമ്പിൽ നിന്ന് അതിന് നേതൃത്വം കൊടുക്കണം. യെസ്. അല്ല, ഇന്നലത്തെ നടന്ന ഇതിനെ സംബന്ധിച്ചിടത്തോളം സംഗതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ 2010 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊരു മൈനസ് പോയിട്ടുണ്ട് ഞങ്ങൾ, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ എണ്ണത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ എണ്ണത്തിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അത് വളരെ ഒരു താഴോട്ട് പോയി എന്നൊന്നും പറയാൻ ഒക്കില്ല. 2010 ഒരു വളരെ ഉജ്ജ്വലമായ പെർഫോമൻസ് ആയിരുന്നു. ആ നിലയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എത്താതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നതിന് പല കാരണങ്ങളുള്ളത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. UDF തന്നെയും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒറ്റക്കെട്ടായി ഒരു സ്ഥായിയായിട്ടുള്ള നിലയിൽ ഇതിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് അങ്ങനെ കാര്യമില്ല. ആ സ്ഥിരമായിട്ടുള്ളൊരു നല്ല നിലയിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിലൂടെ അത് പോയിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട റിസൾട്ട് വരുമായിരുന്നതിന്. അത് ഉണ്ടായില്ല. അതുണ്ടാകാത്തത് അതിൻ്റെ ആ സംഘടനാപരമായിട്ടുള്ള ഒരു ദൗർബല്യത്തിൻ്റെ ഒരു സംഗതി അതിലുണ്ട്. അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവങ്ങളിൽ നിന്നെല്ലാം പാഠം പഠിച്ചുകൊണ്ട് അത് റിപ്പയർ ചെയ്തെടുക്കണം. അതാണ് എൻ്റെ സംഗതി. ബാർക്കോഴ എനിക്ക് തോന്നുന്നില്ല. കാരണം ബാർക്കോഴ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം വന്ന സംഗതികളുണ്ട്. എൻ്റെ ഞങ്ങളും ഇപ്പോൾ നാളെ മീറ്റിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 13-ാം തീയതി 12-ാം തീയതി നാളെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. 12-ാം തീയതി നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. പക്ഷേ സംഗതി ഇതാണ്, പിന്നെ ബാർക്കോഴയൊക്കെ ലാസ്റ്റിൽ വന്നെങ്കിലും ഈ മൊത്തത്തിലുള്ള ഒരു UDFൻ്റെ ഒരു ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ നിങ്ങൾക്കറിയാം, പലയിടത്തും കക്ഷിബന്ധങ്ങളിലൊക്കെ തന്നെ ഇതുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒന്ന് പാച്ചപ്പ് ചെയ്ത് നല്ല നിലയിൽ പോവുകയാണെങ്കിൽ കേരളം UDFൻ്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ആ നിലയിലുള്ള ഒരു വർക്ക് വന്നില്ല. അതിൻ്റെ ഒരു പ്രത്യാഘാതമുണ്ട്. അതുകൊണ്ട് പല സീറ്റുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യം. അതൊക്കെ ശരി. ഇടതുപക്ഷമാണ് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു അഭിപ്രായം മുസ്ലിം വിഭാഗങ്ങളിൽ പോലും ഉയരുകയും ചെയ്തു. ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ പോയി ഇടതുപക്ഷത്തിന് ചെറുതായെങ്കിലും കണ്ടുവരാൻ കഴിയും. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു 7 സീറ്റിലേക്ക് മുസ്ലിം ലീഗ് കാണുന്നു. അത് CPM ഇതിലെടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്
ഇരട്ടത്തല മൂർച്ചയുള്ള ഒരു ആയുധം പോലത്തെ സ്ട്രാറ്റജിയാണ് CPM എടുക്കുന്നത്. കാരണം CPM ഒരു ഭാഗത്ത് അവരെന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് അവർ കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ കൈപ്പിടിയിലാണ്. ആ സ്വഭാവത്തിൽ ഇവിടെ മറ്റൊരു വർഗീയതയെ ചൂടുപിടിപ്പിക്കാൻ ആവശ്യമായ ഒരു കളമൊരുക്കുന്ന കാര്യത്തിലും CPM ഒരു റോൾ എടുക്കുന്നുണ്ട്. അത് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ VS-ൻ്റെ ഒക്കെ പ്രസ്താവന ലീഗിന് കീഴ്പ്പെട്ടു എന്നെത്തിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് അത്തരമൊരു വർഗീയതയെ ചൂടുപിടിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഞങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകന്മാർ എന്നുള്ള നിലയിലും, അതായത് ഫാസിസത്തിൻ്റെ ഇതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കം നടത്തുന്നത് ഞങ്ങളാണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇരട്ടത്തരം മൂർച്ചയുള്ള ഒരു ആയുധം പ്രയോഗിക്കുന്നുണ്ട്. അത് പ്രയോഗിക്കുമ്പോൾ താൽക്കാലികമായ ഒരു കൺകെട്ട് വിദ്യയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതല്ലാത്ത ആത്മാർത്ഥതയൊന്നും അവർക്കില്ല. അവർക്ക് അതിനുള്ളൊരു കരുത്തും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അങ്ങനെ സൗഹൃദം വെക്കാൻ പോലും കഴിയുന്ന ഒരു ക്രെഡിബിലിറ്റി അവർക്കില്ലെന്നാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ CPM ഉയർത്തുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ്. അക്കാര്യത്തിൽ അവർക്ക് ആത്മാർത്ഥതയില്ല. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇടതുപക്ഷമായി സഹകരിക്കുന്ന ഉൾപ്പെടെയുള്ള ചില ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അതായത് ഇത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു വാല്യുവേഷൻ കറക്റ്റാണ്. അതായത് അവർ ന്യൂനപക്ഷ താല്പര്യം അവരുടെ കയ്യിലാണ് എന്നവർ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല. അവരെടുത്തു പോകുന്ന പല സംഗതികളും എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയതയ്ക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുന്ന അവരുടെ പ്രസ്താവനകൾ ആ സ്വഭാവത്തിൽ ഒരു വർഗീയതയെ ചൂടുപിടിപ്പിക്കുന്ന വിധത്തിൽ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദേശീയ തലത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഫാസിസത്തെ പ്രതിരോധിക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദേശീയ കാഴ്ചപ്പാടൊന്നും അവർക്കിന്നില്ല. ഇപ്പം ബീഹാറിൽ ഇതൊക്കെ നടന്നിട്ട് ആരാ അവരെ ശ്രദ്ധിച്ചത്? അവർക്ക് എന്തായിരുന്നു റോള്? ഒന്നുമില്ല. ആ എക്സ്റ്റൻറ്റിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. കാരണം UDF-ലുള്ള അസംതൃപ്തിയുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങളും ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ ഞങ്ങൾ പലയിടത്തും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോഴും വിചാരിക്കുന്നത് UDF അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് തന്നെയാണ്. കാരണം കേരളത്തിലെ സാഹചര്യത്തിൽ UDF-ൻ്റെ രാഷ്ട്രീയ പ്രസക്തി വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുഖ്യ പ്രചരണ വിഷയമായിട്ട് CPM ഉന്നയിച്ചത് ഭാഷത്തോടുള്ള ചെറുതീർപ്പാണ്, ബീഫ് വിവാദമാണ്, കേരള ഹൗസിലെ റെയ്ഡാണ്, അഖിലാഖിന്റെ കൊലപാതകമാണ്, ഇത്തരം ഇഷ്യൂസാണ്. ഒരുപക്ഷെ UDF വളരെ അവസാന ഘട്ടത്തിലാണ് പ്രചരണ ഗതികൾ സജീവമായി കൊണ്ടുവരുന്നത്. അത്തരം ഒരു പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ആശാവഹമാണെന്ന് മുസ്ലിം അഭിപ്രായം. അങ്ങനെയല്ല, നമുക്ക് എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ ബീഫിൻ്റെ ഒരു വിവാദം ഇങ്ങനെ നടക്കുമ്പോൾ ഇപ്പുറത്തൊരു ബീഫ് സദ്യ നടത്തുന്ന പോലുള്ള ചില സംഗതികൾ കൊണ്ട് അതെന്തെന്നറിയും, അതിനൊന്നും ലോങ് റണ്ണിൽ നിലനിൽപ്പുണ്ടാവില്ല. അതിൽ കാര്യമല്ലെന്നേ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫാസിസത്തെ എതിർക്കാൻ മൗലികമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കണം. അതിന് പകരം ആളുകളോട് തൽക്കാലത്തെ ഒരു ആവേശം കിട്ടാൻ വേണ്ടി അവർ ബീഫിന് എതിരാണെങ്കിൽ ഞങ്ങളങ്ങ് ബീഫ് സദ്യ നടത്തുമെന്ന് പറയുന്ന പോലെയുള്ള പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതൊന്നും എവിടെ എത്തില്ല. അതിന് പക്ഷേ താൽക്കാലികമായ ചില ആളുകളൊക്കെ വിചാരിക്കുക ഇവർ ശക്തന്മാരാണ് എന്ന്, അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളൂ. അതല്ലാതെ ഇതിനെ മൗലികമായിട്ട് നേരിടുന്ന കാര്യത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലൊന്നും അവരെല്ലാവരും ഉണ്ടാവേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷങ്ങൾക്ക് അങ്ങനെ റോളൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ല. അല്ല, അങ്ങനെയല്ലെന്നേ. അവർക്ക് പ്രചരണങ്ങൾ അവർ പ്രചരണത്തിൽ വളരെ വിദഗ്ധന്മാരാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ എന്താണെന്ന് വെച്ചാൽ അവർ ഉപരിപ്ലവമായിട്ട് ഈ പ്രചരണത്തിൽ ആളുകളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു.